എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ എളിയ ഒരു സ്കിറ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്, ആധുനികമായ ഇസാക്കിനെ എങ്ങനെയാകാൻ കഴിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സമകാലിക സംഭവങ്ങളെ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എടി സാറാ, നീ ഇതെവിടെ പോയി കിടക്കുക? ഇവിടെ എപ്പം വിളിച്ചാലും കേൾക്കത്തില്ല. എന്നതാ മനുഷ്യ, നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? അതെ, ഞാൻ നിന്നെ വിളിച്ചായിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. എന്നതാ? അതെ, നമ്മുടെ ചർച്ചിൽ ഒരു പുതിയ പാസ് വന്നിട്ടുണ്ട്. അദ്ദേഹം നമ്മുടെ ആളാണോ? ആ, കണ്ടിട്ട് വലിയ കൃപയുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. ആ, ശരിയാ. ആദ്യമൊക്കെ തോന്നുന്നു വലിയ കൃപയുണ്ടെന്ന്. പിന്നീടാ മനസ്സിലാക്കുന്നത് ഓരോ സ്വഭാവങ്ങൾ. നിങ്ങൾക്കിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതി. അതെ, ഞാൻ ചോദിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ആ ദേവദാസിനെ കുറിച്ചൊന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. എന്താ നിങ്ങൾക്ക് ചോദിക്കാനുള്ളേ? ഒത്തിരി നാളായി ചർച്ചിലോട്ട് പോയിട്ട്. കഴിഞ്ഞ വർഷം ലേലം പിടിച്ച പൈസ പോലും എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. അതൊന്ന് കൊടുത്തു തരണം. അത് തന്നെയല്ലോ, നമ്മുടെ ചർച്ചിലെ വരികയല്ലേ, ആരാധനയ്ക്കൊക്കെ ഒന്ന് കൂടണം. അതിനു വേണ്ടിയാ ചോദിച്ചത്. അതൊക്കെ പോട്ടെ, ആ പാസ്റ്ററുടെ പേരെന്താണെന്നാ പറഞ്ഞേ? പാസ്റ്ററുടെ പേര് ദാസൻ എന്നാ തോന്നുന്നു. ദാസൻ? ആനേ, സഭയിലെ വിശ്വാസികളൊക്കെ സാക്ഷ്യം പറയുമ്പോ ദാസൻ എന്ന്, ഞങ്ങളുടെ ദാസൻ എന്നൊക്കെ പറയണ കേട്ട്. കർത്താവിന്റെ ദാസൻ ഒന്ന് പോയി കാണണം. സമയം അവനെ കിട്ടുന്നില്ല. ആരുടെ സമയം? അല്ല, സമയം വരെയൊക്കെ പാട്ട് പാടാൻ സമയം എടുക്കാറായി എന്ന് പറഞ്ഞതാ. അതെ, നീ എന്നെ പേടിപ്പിക്കല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാ പേടി? നിങ്ങൾക്ക് എന്തിനാ പേടിക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് സാധാരണ പിശാചിനായി പേടിയുള്ളൂ, ദൈവത്തെ പേടിയില്ലല്ലോ. അതെ, നിന്നെ തന്നെ എനിക്ക് പേടി. ഞാൻ ഒന്നും പറയുന്നില്ല. അതെ, ഒത്തിരി നാളായി TV വെച്ചിട്ട്. എനിക്കാണെങ്കിൽ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുക, 2020 നടന്നുകൊണ്ടിരിക്കുക. നീ ആ TV ഒന്ന് വെച്ചു. പിന്നെ നിങ്ങളൊരു ക്രിക്കറ്റ് കളി, എന്റെ കുങ്കുമോ സീരിയൽ കാണാനുണ്ട്. എനിക്ക് 2 ദിവസമായി കഥ കണ്ടിട്ട്. അതൊന്ന് കണ്ടാ മതി. അതൊക്കെ സിനിമ സീരിയലും കാണിക്കാൻ സമ്മതിക്കൂല. ആരാണ്? സെക്രട്ടറി പാസ്റ്റർ വന്നിരിക്കുന്നു. സമയത്തിലാണ് ഓഫ് ആവത്തുമില്ല, നോക്കിയിട്ട് ഓഫ് ആവത്തുമില്ല. കുങ്കുമപ്പൂ അല്ല, ചെമ്പരത്തിപ്പൂ. അതൊക്കെ അയ്യോ മാസ്റ്റർ, സോറി കേട്ടോ. അതാണ് ചവന്നാണ്. ഇരുന്നാണ്. ബ്രാജ, ഇതാണ് നമ്മുടെ പുതിയ ദേവദാസൻ. പേര് ST തോമസ്, സ്ഥലം ബദേൽ. ഓക്കെ പാസ്റ്റർ. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ആരാധനയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. എന്നാൽ സെക്രട്ടറി എനിക്ക് മെസ്സേജ് എല്ലാം അയച്ചു, പാസ്റ്ററുടെ വിവരങ്ങളെല്ലാം എനിക്ക് അയച്ചു തന്നായിരുന്നു. ഇപ്പോഴാ കർത്താവിന്റെ ദാസനെ ഒന്ന് കാണാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. അച്ഛത്തിന് ആലയെ കണ്ടിട്ട് അച്ഛനെ കാണാറില്ലല്ലോ. അയ്യോ പാസ്റ്റർ, ഒന്നും പറയണ്ട. ഈ ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കാ. എന്റെ പാസ്റ്റർ ഇത് കേൾക്കണം. ഈ അച്ചായൻ ഒരു പ്രാർത്ഥനാവീരനായ മനുഷ്യനായിരുന്നു. ഇവർക്കൊരു കുഞ്ഞില്ലാതെ ഇവർ പ്രാർത്ഥിച്ചു, ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. എന്നാലും അച്ചായ, എന്താണ് ഇപ്പൊ ഇത്ര തിരക്ക്? അതെ പാസ്റ്റർ, ഈ ദിവസങ്ങളായിട്ട് ഭയങ്കര തിരക്കാ. ഈ ചായ അച്ഛായ, തിരക്കിനിടയിലും ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഉണ്ട് പാസ്റ്റർ. അതൊക്കെ ജനിച്ചപ്പോൾ മുതൽ തുടങ്ങിയതല്ലേ. അത് നമുക്ക് നിർത്താൻ കഴിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ അച്ചായൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കും. പിന്നെ അച്ഛായ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ചർച്ചിൽ വരാത്ത കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാനൊരു ദർശനം കണ്ടു. അതെന്തായിരുന്നു പാസ്റ്റർ? നിങ്ങളുടെ മകനെ ദൈവവേലയ്ക്കായി വേർതിരിക്കുന്നതായി ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. ഓനെന്തേ? അവൻ എപ്പോഴും ഫേസ്ബുക്കിലാ. കൊള്ളാം. അതെങ്ങനെ അവൻ ഫേസ്ബുക്കിൽ അല്ലാതിരിക്കുന്നത്? അപ്പൻ എപ്പോ നോക്കിയാലും TV തുറന്ന് കുങ്കുമപ്പൂ സീരിയല്. പിന്നെ മകൻ ഫേസ്ബുക്കിലല്ലേ ആവോ? സാറാമ്മച്ചിക്ക് വല്ല പരിപാടി ഉണ്ടോ? എനിക്ക് എന്നാത്തിനാ സമയം കിട്ടുന്നേ. സ്തോത്രം. ദൈവം നിങ്ങളെ ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യാതിരിക്കട്ടെ. മകന്റെ ഫേസ്ബുക്കിൽ നിന്നും ഫേസ്ബുക്കിലേക്ക് മാറ്റേണ്ട കടമ നിങ്ങൾക്കുണ്ട്. ഏതായാലും വന്നത് നന്നായി.
മാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സാറേ, നീ ആ വെള്ളം ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തേ. മാസ്റ്ററെ, ഇസഹാക്ക് ഈയിടെയായിട്ടേ ഭയങ്കര പിന്മാറ്റത്തിലാണ്. സാറാംജി, ഞാൻ ചായ കുടിച്ചായിരുന്നു. ഒന്ന് എനിക്ക് വെള്ളം വേണം. അയ്യോ, അതല്ല, മോനെ പ്രാർത്ഥിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. ഇതൊന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചു തന്നാ നന്നായിരുന്നു. അവനോട് പറയാ ആലയത്തിലോട്ടൊക്കെ വരാനാണ്. അല്ല, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊന്നും അല്ലെന്നേ. അവനെ കിണറ്റിൽ മുക്കി പിടിച്ചാലും അവൻ നേരെയാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷെ നമുക്ക് സമയമില്ല, നമുക്ക് ഒരുപാട് വീടുകളിൽ കയറാനുള്ളതാണ്. നമുക്ക് ആ ലോത്തച്ചാന്റെ വീട്ടിൽ കയറാം. എന്നാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. അതാ അമ്മ ചാറാംജി, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. മഹാവർജനായ സ്വർഗീയ പിതാവ്, സ്നേഹനിയായ കാരുണ്യവാനും അങ്ങേ തൃക്കരയിൽ ഈ കുടുംബത്തെ സമർപ്പിക്കുന്ന ഈ അമ്മച്ചിയെ, അച്ചായനെ, പ്രത്യേകിച്ച് മകനെ, അവന് വിശ്വാസത്തിൽ വളരുവാനും അവൻ അഭിജയത്താൽ നിറവേറാനും അവനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ എല്ലാ മാനവോർത്തും യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ശരി ആട്ടെ മാസ്റ്റർ, ശരി ആയിക്കോട്ടെ. ശരി. ശരി. എന്നാച്ചാ ശരിയാണ്. പാസ്റ്റർ അങ്ങോട്ട് നിന്ന് ഒരു മിനിറ്റ്. അച്ഛാ, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പിക്നിക്കിന്റെ പൈസ കിട്ടിയോ? നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ മാസ്റ്ററിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് പൈസ തന്നെ എനിക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ. ശരിയാക്കാം, ഇത് ശരിയാക്കാം. അബ്രഹാമേ, അബ്രഹാമേ, നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് യാഗം കഴിക്കണം. ദൈവത്തിന്റെ ശബ്ദമല്ലേ ഞാൻ കേട്ടത്? ദൈവമാണ് എന്നോട് സംസാരിച്ചത്. എടി സാറേ, എന്നതാ മനുഷ്യ, പാതിരാത്രി ആയാലും മനുഷ്യന് ഉറങ്ങാൻ സമ്മതിക്കില്ലേ? നീ ഉറങ്ങിക്കും. കത്താന്റെ ശബ്ദമാണ് പോണം. അത് പോണ്ട. നിങ്ങൾ എവിടെ കാര്യ പറയുന്നേ? ഒന്നുമില്ലടി, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്നാലും കർത്താവിന്റെ ശബ്ദം കേട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. നാളെ തന്നെ പോണം. 6 ബസ്സിന് നാളെ രാവിലെ തന്നെ പോയേക്കാം. അത് മറന്നിരിക്കുന്നത് ശരിയല്ല. ശബ്ദം കേട്ട് നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ്. ഇസാക്കെ ഒന്ന് എഴുന്നേരണം. എന്ത് ഒന്ന് എഴുന്നേറ്റ് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് നമുക്ക് ഒരു യാഗം കഴിക്കണം. മനുഷ്യനോട് കല്യാണം കഴിക്കാൻ കാത്തിരിക്കുമ്പോഴും ഡാഡിയിൽ യാഗം കഴിക്കും. മോനെ ഇസാക്കെ, ഞാനൊരു കാര്യം പറയാം. മോന് യാഗം കഴിക്കാൻ വന്നാൽ നിന്റെ കല്യാണം ഞാൻ എത്രയും വേഗം നടത്തില്ല. ഞാൻ വന്നാൽ ഇന്നലെ രാത്രി ദൈവം എന്നോട് സംസാരിച്ചു. അതെയോ? എന്താ ഡാഡിയോട് ദൈവം സംസാരിച്ചത്? അനെ ദൈവം എന്നോട് പറഞ്ഞത്, ദൈവം പറഞ്ഞ ദേശത്തേക്ക് പോയി ഒരു യാഗം കഴിക്കണമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. ആഹാ, കൊള്ളാലോ. ഡാഡിയോട് മാത്രമേ സംസാരിച്ചുള്ളൂ, എന്നോട് സംസാരിച്ചില്ലല്ലോ. അതെ മോനെ, നിന്നെ വിളിക്കുമ്പോഴൊക്കെ നീ പരിധിക്ക് പുറത്താ. നീ എപ്പോഴും ഫേസ്ബുക്കിലല്ലേ, അതുകൊണ്ട് ആ ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയാത്തത്. അതെ, ഡാഡിയോട് ഏത് ദേശമാണ് ദൈവം പറഞ്ഞു? മോനെ, ദൈവം പറഞ്ഞ ദേശം എന്ന് പറഞ്ഞത് മോറിയ ദേശത്ത് പോയി യാഗം കഴിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞത്. അതോ വല്ല ബോംബെ, സിംഗപ്പൂർ, മലേഷ്യയിലോ? അതൊന്നുമല്ല മോനെ, ദൈവത്തിന് തെറ്റ് പറ്റാറില്ല. ദൈവം പറഞ്ഞ ദേശത്തേക്ക് തന്നെ പോണം. അതനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോണം. ദൈവം പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ യാഗം കഴിക്കാനായിട്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് കഴിക്കണം. ഡാഡി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നെ തന്നെ യാഗം കഴിക്കാനാണോ പറഞ്ഞത്? മോനെ ഇസാക്കെ, എന്തുവാ ഡാഡി? മോനെ ഞാനൊരു കാര്യം പറയാം. എന്തുവാ? ദൈവം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ നിന്നെ യാഗം കഴിക്കണമെന്നാണ് ദൈവം എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ദൈവത്തിന്റെ വാക്കിനെ ധിക്കരിക്കുന്നത് അത് മോശമാണ്. മോനെ, ആ ദൈവത്തിന്റെ വാക്കായതുകൊണ്ട് നീ വരണം. നമുക്ക് യാഗം കഴിക്കണം. മോനെ, എന്തുവാ ഡാഡി?
മോനെ വന്നാട്ടെ. എന്തു ഡാഡി? ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുവാ ഡാഡി. മോനെ ദൈവം പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് മുതൽ ദൈവം എന്തെല്ലാം അനുഗ്രഹങ്ങൾ എനിക്ക് തന്നെന്നറിയാമോ? ഡാഡിക്ക് ഈ പാട്ടും പ്രാർത്ഥനയൊക്കെ വലിയൊരു സംഭവമായിരിക്കും. മോനെ എനിക്ക് അത് വലിയ തലവേദനയായിരിക്കുമോ? ഈ പാട്ടും പ്രാർത്ഥന ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത്. നിന്റെ സൗകര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആത്മീയ കൂട്ടായ്മകളെല്ലാം മാറ്റിവെച്ചു. അതെല്ലാം മാറ്റിവെച്ചിട്ട് നിന്റെ പഠനത്തിന് വേണ്ടി, നിന്റെ ട്യൂഷന് വേണ്ടി എന്റെ സമയം വെറുതെ കളഞ്ഞു. ആരാധനയ്ക്ക് പോകാനോ കൂട്ടങ്ങൾക്ക് പോകാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ദൈവത്തെ കണ്ടുമുട്ടിയ സമയം മുതൽ ദൈവം എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, നന്മകൾ അതൊക്കെ പറഞ്ഞാലും തീരത്തില്ല. അതിലുപരിയായിട്ട് നിന്നെ എനിക്ക് തന്നതും ഈ വലിയവനായ ദൈവമാണ്. അതുകൊണ്ടാണ് ഡാഡി പറയുന്നത്, മോൻ വന്നാട്ടെ, ആഹാരം കഴിക്കാം, വന്നാട്ടെ. ഇല്ല ഡാഡി, ഞാൻ വരുന്നില്ല ഡാഡി. വന്നാട്ടെ. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയാൻ വരുന്നില്ല. മോൻ ഇങ്ങോട്ട് ഇല്ല, വന്നാട്ടെ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? മോൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ? മോനെ, ഇസഹാക്കേ, ഇസഹാക്കേ, അപ്പന്റെ മേൽ കൈവെക്കരുത്. പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നത് മാതാപിതാക്കളുടെയും സഭയുടെയും ഉത്തരവാദിത്വവും കടപ്പാടുമാണ്. ഈ ആധുനിക യുവതിയിലേക്ക് കാലൂന്നിയിരിക്കുന്ന ഇളം തലമുറയോട് ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു സത്യം പറയാറുണ്ട്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്നാണല്ലോ പഴമക്കാർ പറയുന്നത്. ചെറുപ്രായത്തിൽ കൊടുക്കുന്ന ശിക്ഷണം ജീവിതാന്ത്യം വരെ നിലനിൽക്കും. ദൈവത്തെ അന്വേഷിക്കുന്നു. പുതുതലമുറയെ ക്രിസ്തുവിനായി വാർത്തെടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.